പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. ഇതിൽ നമ്മളൊരു കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. പ്ലസ് ടു എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റാണ്. ഇതിനുശേഷം നമ്മൾ പോകുന്നത് പ്രൊഫഷണൽ കോഴ്സുകളിലേക്കാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റുന്ന തരത്തിലുള്ള നമുക്ക് ജോലികൾ കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് കരിയർ വൈസ് സക്സസ് ആവാൻ പറ്റുന്ന കോഴ്സുകൾ പഠിക്കാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾ പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലോട്ടുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും പലപ്പോഴും പല കുട്ടികളും അവർക്ക് ഇഷ്ടമുള്ള കോഴ്സുകളിലേട്ടോ അല്ലെങ്കിൽ അവർ ഒരു കരിയറിലേട്ടോ ഒന്നും അല്ല ഇപ്പോഴും പോകുന്നത്. ഇപ്പോഴും മാതാപിതാക്കളുടെ ഒരു സ്വാധീനം അതിൽ വളരെ വലുതായിട്ട് വരുന്നുണ്ട്. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് ഈ മാതാപിതാക്കളുടെ കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ കുട്ടികളുമായിട്ട് നിങ്ങളൊന്ന് സംസാരിക്കണം. പണ്ടത്തെ പോലെ ഒരു ചാക്കോ മാഷിലൊന്നും ആയിരിക്കില്ല എപ്പോഴും ഇപ്പോഴത്തെ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതൊക്കെ കൊണ്ട് ഈ ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കണം. അതല്ലാതെ എൻ്റെ കുട്ടിയെ ഇതാക്കണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പോകും, ഞാൻ പറയുന്ന രീതിയിൽ കോഴ്സ് പഠിച്ചാൽ അവൻ ഇങ്ങനെ ആവണം എന്നല്ല. നിങ്ങളുടെ കുട്ടികളോടും കൂടി സംസാരിക്കണം. കാരണം അവരുടെ ഫ്രണ്ട് സർക്കിളിലും അതുപോലെ തന്നെ ഇപ്പോൾ ഇന്റർനെറ്റിന്റെ ലോകമൊക്കെ വളരെ വലുതായതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർ കുറേ കോഴ്സുകൾ അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള പടിപടിയായിട്ടുള്ള കോഴ്സുകൾ ചിലപ്പോൾ കണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സംസാരിച്ച് നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു സിങ്ക് ആവണം. പലപ്പോഴും നമ്മുടെ ഓഫീസിലൊക്കെ വരുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, മാതാപിതാക്കൾ എപ്പോഴും ഒരു പടി മുന്നേ നിന്ന് ഇത് ഇങ്ങനെ പഠിക്കും, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വേണം എന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ പഠിക്കുന്ന എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ കുട്ടി ഇവർ പറയുന്ന രീതിയിൽ അവന് ഇഷ്ടമില്ലാത്ത കോഴ്സ് എടുത്ത് ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല. ചിലപ്പോൾ ജോലി കിട്ടി പോകാം, മോസ്റ്റ് ഓഫ് ദ കേസിലും അത് ജോലി കിട്ടാതെ പിന്നെ അവന് ഇഷ്ടമുള്ള കോഴ്സ് പഠിച്ച് ജോലി നേടുക, അങ്ങനെയൊക്കെ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന കുട്ടികളുമായിട്ടൊന്ന് സംസാരിക്കുക. ഇതിന് സംസാരിച്ച് നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിട്ട് അത് അത്തരം കോഴ്സുകളിലേക്ക് പോകുക. കാരണം ഇപ്പോൾ എല്ലാത്തരം ഇതിനും എല്ലാ മേഖലകൾക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ആ രീതിയിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുക. അടുത്ത എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്, നിങ്ങൾ പ്ലസ് ടുവിന് ശേഷം നിങ്ങളുടെ തുടർ വിദ്യാഭ്യാസം എവിടെ വേണമെന്നുള്ളത് നിങ്ങൾ ഇപ്പോഴേ നിശ്ചയിക്കണം. അതായത് നമുക്ക് പല രീതിയിൽ പഠിക്കാൻ പറ്റും. കേരളത്തിനുള്ളിൽ പഠിക്കാം, കേരളത്തിന് വെളിയിൽ ഇന്ത്യക്കുള്ളിൽ പല സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പറ്റും. അതല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാ പ്ലസ് ടു കഴിയുന്ന കുട്ടികൾ ഈ പറയുന്ന എല്ലാ ഇതിലും വിദേശത്ത് പഠിക്കുന്നവരുണ്ട്, ഇന്ത്യക്കുള്ളിൽ പഠിക്കുന്നവരുണ്ട്, കേരളത്തിനുള്ളിൽ പഠിക്കുന്ന ആളുകളുണ്ട്. അത് പക്ഷേ നിങ്ങൾ ഇപ്പോഴേ തീരുമാനിക്കണം. നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ വേണം. അതായത് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഇതാണ് ഞാൻ ഇനി പഠിക്കാൻ പോകുന്നത്, ഇന്ന ഇവിടെ പോയാണ് ഇതിൻ്റെ ഏറ്റവും നല്ലത്. അതിനെക്കുറിച്ചുള്ള റിസർച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ നടത്തുക. അതിനുശേഷം അത് വെച്ചിട്ട് നിങ്ങൾ പ്ലാനുകൾ ചെയ്യുക. അതല്ലാതെ ഞാൻ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്, അത് ചില ആളുകൾ നാട്ടിലോ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ ഏതെങ്കിലും കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്ത ഫസ്റ്റ് ഇയർ ഫീസോ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമായിരിക്കും ആരെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഫ്രണ്ട്സുകളൊക്കെ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതെന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഒരു ആഗ്രഹം വരും. അങ്ങനെ വിദേശത്ത് പോകും, ഇവിടുത്തെ ഈ പറയുന്ന കോളേജിലൊക്കെ സീറ്റ് ക്യാൻസൽ ചെയ്തിട്ട് വിദേശത്ത് പോകാനുള്ള പരിപാടികൾ തുടങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വിദേശത്തേക്ക് പോകാനുള്ള ഇത് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന, അതായത് നാട്ടിൽ കോളേജിൽ കൊടുത്തിരിക്കുന്ന കോളേജിൻ്റെ ആ ഫീസും കാര്യങ്ങളൊക്കെ ഇവർക്ക് നഷ്ടപ്പെടും. അത് പൈസപരമായിട്ട് അത്ര നഷ്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ചില കുട്ടികൾ ഇങ്ങനെ ആഗ്രഹങ്ങൾ പറഞ്ഞ് വിദേശത്തേക്ക് പോകാൻ പല ശ്രമങ്ങളും നടത്തും. പക്ഷേ ഇപ്പോൾ ജർമ്മൻ പോകണമെങ്കിൽ ജർമ്മൻ പഠിക്കണം, അല്ലെങ്കിൽ മറ്റ് ഇംഗ്ലീഷ് കൺട്രീസ് പോകണമെങ്കിൽ ഐൽസ് പാസ്സാവണം. ഇത് പലപ്പോഴും പലർക്കും ഇത് വരാറില്ല, പാസ്സാവാറില്ല. ചിലപ്പോൾ ഒരു വർഷം 1.5 വർഷമൊക്കെ ഇത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഇവർ തിരിച്ചറിയണം ഇതെന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ഈ ഇത്തരം എലിജിബിലിറ്റി ടെസ്റ്റുകൾ എനിക്ക് പാസ്സാവാൻ പറ്റണില്ല എന്നറിയും. പിന്നെ ഇവർ തിരിച്ച് ഈ പറയുന്ന നാട്ടിലെയോ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ ഏതെങ്കിലും കോളേജിലോ പോകും. അപ്പോൾ പൈസ പോവും, അതുപോലെ തന്നെ അവരുടെ സമയം പോവും, ഏജ് പോവും. ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ഇതിനൊന്നും ഇടവരുത്താതെ നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ റിസർച്ച് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് എവിടെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളൊരു റിസർച്ച് കാര്യങ്ങൾ നടത്തി നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിൽ പോകുന്ന കുട്ടികൾ പ്ലസ് ടുവിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലാണ്. പ്ലസ് ടുവിൽ വേറെ ഒന്നും അവർ ശ്രദ്ധിക്കുന്നു വേണ്ട. പ്ലസ് ടുവിൽ നിങ്ങൾക്കിപ്പോൾ BSc നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ സയൻസ് ഗ്രൂപ്പുകൾ എടുത്തിരിക്കണം. അതാണ് ഒരു ഇത് വരുന്നത്. പിന്നെ ജനറൽ നഴ്സിംഗ് പഠിക്കാൻ നിങ്ങൾ ഏത് ഇത് പഠിച്ചാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അതല്ല വരുന്നത്. നിങ്ങൾ പ്ലസ് ടുവിൽ നന്നായിട്ട് പഠിച്ച് നിങ്ങൾ നല്ല ഒരു പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾ നേടണം. നല്ല പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു 95 എബവ് എങ്കിലും നിങ്ങൾ മേടിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾ കേരളത്തിനുള്ളിൽ ഈ പറയുന്ന നഴ്സിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു ഇതുപോലെ തമാശ പോലെ തോന്നിയേക്കാം, ഇതൊരു ഉപദേശം പറയാനാണോ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയാലും കുഴപ്പമില്ല. കാര്യം സംഭവം കറക്റ്റാണ്. കാരണം 95 എബവ് ഒക്കെയാണ് ഇവിടെ കേരളത്തിൽ സീറ്റുകൾ കിട്ടണമെങ്കിലുള്ള ഒരു ഇതായിട്ട് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അത് അപ്ലൈ ചെയ്യുന്ന സീറ്റ് ആളുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നാമമാത്രമായ സീറ്റുകൾ മാത്രമാണ് കേരളത്തിൽ ടോട്ടലി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല പെർസെൻറ്റേജ് ഓഫ് മാർക്ക് പ്ലസ് ഉള്ളവർക്ക് മാത്രമാണ് ഇവിടെ കിട്ടുന്നുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ റിസർവേഷനും പിന്നെ ലാസ്റ്റ് വല്ല ക്യാൻസലേഷൻ സീറ്റുകൾ വരുമ്പോൾ കിട്ടുന്ന സ്പോട്ട് അഡ്മിഷൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പ്ലസ് ടുവിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ പിന്നെ കേരളത്തിന് വെളിയിൽ പോയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അത് പലർക്കും ആഗ്രഹമില്ല. ചിലർക്ക് ആഗ്രഹമുണ്ട്, അവർ നേരത്തെ തന്നെ കേരളത്തിൽ അപ്ലൈ ചെയ്യാതെ തന്നെ ഈ പറയുന്ന പുറത്ത് ഏതെങ്കിലും കോളേജിൽ പഠിക്കും. അതല്ല, നിങ്ങൾ ഇങ്ങനെ കേരളത്തിനുള്ളിലാണ് ചെയ്യാനായിരിക്കുമെങ്കിൽ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുക. അതല്ലാതെ 90 മാർക്ക് 88 മാർക്ക് മേടിച്ച് കഴിഞ്ഞിട്ട് കേരളത്തിൽ കിട്ടും എന്ന് പറഞ്ഞിരുന്ന് നിങ്ങളുടെ ഒരു വർഷം കളയരുത്. അതുപോലെ തന്നെ അവസാനം കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ പോയി ലാസ്റ്റ് ഏതെങ്കിലും പൊട്ട കോളേജുകളിൽ പുറത്ത് പോയി എടുക്കേണ്ട അവസ്ഥ വരരുത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കുക പ്ലസ് ടുവിൽ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എൻട്രൻസ് ടെസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങുക. അതായത് ഞാൻ ഓൾറെഡി ആദ്യത്തെ ഒരു പോയിന്റിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഏതിലേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിലേക്കാണ് പോകാനുള്ളെങ്കിൽ അതനുസരിച്ചുള്ള എൻട്രൻസ് ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കേരളത്തിൽ വലിയ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലേക്കാണ് പഠിക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ള അവിടുത്തെ എൻട്രൻസ് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ ഇതൊന്നും ഞാൻ എഴുതുമില്ല, എനിക്കെന്നാൽ ഇവിടെ കിട്ടണം അങ്ങനെ കിട്ടണം എന്നൊന്നും പറഞ്ഞിട്ട് ഇരിക്കരുത്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഒരു പ്ലാനിലുള്ള ഇതനുസരിച്ചുള്ള എൻട്രൻസ് ടെസ്റ്റുകൾ എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക.
ഇതാണ് എനിക്ക് ജനറൽ ആയിട്ട് പറയാനുള്ള പോയിന്റ്സുകൾ. വേറെ കുറച്ച് പോയിന്റ്സുകളുണ്ട്, പക്ഷേ വീഡിയോ കുറേ ലെങ്ത് ആവുന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല. ഒന്നാമത് എൻ്റെ സംസാരം കുറച്ച് ലാഗാണ്, അപ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഞാൻ പലപ്പോഴും ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും പല സ്റ്റുഡൻസും അതുപോലെ തന്നെ മാതാപിതാക്കളൊക്കെ ആയിട്ട് സംസാരിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് നോക്കി, അല്ലെങ്കിൽ +2 വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കി അത് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ ഈ ഹോം സിക്നസ് എന്ന് പറയുന്നത് വളരെ ഒരു ഇതാണ്. അതായത് നമ്മളിപ്പോൾ 1ാം ക്ലാസ് മുതൽ നമ്മൾ +2 വരെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ തുടർ വിദ്യാഭ്യാസം നമ്മൾ ചിലപ്പോൾ ദൂരമായ വേറെ സ്റ്റേറ്റിലോ അവിടെയൊക്കെ പോയി ചിലപ്പോൾ പഠിക്കേണ്ടി വരും. അങ്ങനെ വരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു സമയത്ത് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. ഇത്തവണ ഞങ്ങൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തു. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു രീതിയിലും അവിടെ ഇത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഹോം സിക്നസിൻ്റെ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഒന്ന് നേരത്തെ അതിൻ്റെ ഒരു ഇതൊക്കെ മാറ്റാനൊക്കെ ഒന്ന് ശ്രമിക്കുക. കാരണം നമ്മൾ ഈ ഒരു പുറത്ത് പോയിട്ട് ഒരു കോളേജിൽ പോയിട്ട് പൈസ കാര്യങ്ങളൊക്കെ കൊണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഈ ആദ്യത്തെ കുറച്ച് സമയത്ത് ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ അവിടെ സിങ്കായി അവർ ഭയങ്കര സെറ്റായി കരിയറൊക്കെ നല്ല രീതിയിലായിട്ട് വരാവുന്നതാണ്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമസ്കാരം.